Hi, hello guys. So welcome to my channel. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എന്റെ സ്കിന്നിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറെ ആളുകൾ അല്ലെങ്കിൽ എനിക്ക് കമന്റ് ബോക്സ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, സ്കിൻ എങ്ങനെയാണ് ഇത്ര ബ്രൈറ്റനപ്പ് ആയത്, എന്താണ് അതിന്റെ പുറകിലുള്ള രഹസ്യം എന്ന് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് വലിയ രഹസ്യങ്ങളൊന്നുമില്ല, ബട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കും. ആദ്യം തന്നെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്കിന്ന് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഓക്കെ, നമ്മൾ വേണം അത് പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? ഞാനിപ്പോ പണ്ട് എന്ന് പറഞ്ഞാൽ +2 വരെയെങ്കിലും, ഇപ്പോഴത്തെ പിള്ളേരെ പോലെ അല്ല, നമ്മള് അന്റെ കാലത്ത് +2 വരെ, ഞാനൊരു +2 പഠിക്കുന്നവരെ ഓടിക്കളിയും ചാട്ടവും വെയില് കൊള്ളലും ഒന്നും ശ്രദ്ധിക്കില്ല. എന്റെ +2 പഠിക്കുന്ന കോലൊക്കെ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാട്ടോ. ഒന്നും ഞാൻ ശ്രദ്ധിക്കില്ല. നമ്മള് ലിപ്സ്റ്റിക് അടിക്കും, ചിലപ്പോ കൺമഷി. ഇപ്പോഴാണ് ഈ ഐലൈനർ നമ്മൾ മുകളിൽ എഴുതുന്ന ഒരു ശീലം. ഞാൻ കൂടുതൽ ഇപ്പൊ ഐലൈനർ മുകളിൽ എഴുതുന്ന, താഴെ എഴുതില്ല. കൺമഷി മറ്റേ ഷിങ്കാറിന്റെ കൺമഷി എടുത്ത് ഇങ്ങനെ എഴുതി പരത്തിയൊക്കെയാണ് ക്ലാസ്സിൽ പോകുന്നത്. തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെയൊക്കെ ഫുള്ള് കൺമഷി ആയിരിക്കും, ഫുള്ള് ടാൻ ആയിരിക്കും. ഞാൻ എപ്പോഴും +2 കാലഘട്ടം ആയിക്കോട്ടെ, 10ാം ക്ലാസ്സിലുള്ള സമയത്ത് ലിപ്സ്റ്റിക് ഒക്കെ അടിക്കൂട്ടോ. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മറ്റൊരു ലിപ്സ്റ്റിക് ഇല്ലേ, സൈഡിൽ ഫോട്ടോ കൊടുക്കാം, ഒരു പച്ച കളർ ലിപ്സ്റ്റിക്, അതിങ്ങനെ പിങ്ക് കളർ ആവും നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ. പക്ഷെ കുറെ കളർ ആവില്ല. ഇതുപോലെ നമുക്ക് ആ സമയത്ത് ഇല്ലാന്ന് തോന്നുന്നു, ആ സമയത്തൊന്നും അടിക്കില്ല. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് കയ്യിലെടുത്തിട്ട് ലിപ്സ്റ്റിക് അടിക്കും. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ ഓരോരോ ഫാഷനുകൾ. പക്ഷെ ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ച് ആയി. ഒരുപാട് തന്നെ. ഇപ്പോഴത്തെ സ്കൂളിലെ പിള്ളേരെ കണ്ടിട്ടില്ലേ, ഫുൾ സ്റ്റൈൽ, ഫുൾ സ്കിൻ കെയർ, ഫാഷൻ, ഹെയർ കളർ ഒക്കെ ആയിട്ടാണ് ആളുകൾ. സോ നമ്മുടെ കയ്യിലാണ് നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും ഒക്കെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത്. അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ ആലോചിക്കണം കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഞാൻ +2 കഴിഞ്ഞ സമയത്തൊക്കെ എന്റെ ഫേസിൽ, എന്റെ 2 ചീക്സിന്റെ സൈഡിൽ നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം, നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു 18-17 കാലഘട്ടത്തില്, ആ ഒരു സമയമാകുമ്പോൾ പിമ്പിൾസ് വന്നു പോവും. എനിക്ക് ആ ഒരു ടൈമിൽ നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയാണ് പിമ്പിൾസ് മാറ്റുന്നതെന്ന് അറിഞ്ഞൂടാ. ആ സമയത്തൊക്കെ നമുക്ക് കുരു വന്നാൽ നമ്മൾ എന്താ ചെയ്യാ, ആര്യവേപ്പില അരച്ചിടുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെയാണല്ലോ എല്ലാവരും കുരു മാറ്റുന്നത്. സ്കിൻ കെയർ ചെയ്യണം, സൺസ്ക്രീം ഇടണം, ഇതുപോലെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊന്നും നമുക്ക് അന്നത്തെ കാലത്ത് അറിയില്ല. അന്നത്തെ കാലം എന്ന് എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാൽ പോലും ആ ഒരു ടൈമിൽ നമുക്ക് അറിയില്ല. എനിക്ക് +2 പഠിക്കുന്ന സമയത്ത് എന്റെ കവളത്ത് രണ്ടിടത്തും പിമ്പിൾസ് വന്നപ്പോ ഞാൻ നേരെ പോയത് സ്കിൻ ഡോക്ടറിനെ കാണിക്കാനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ കവളത്ത് ഇങ്ങനെ കുരു എന്ന് പറഞ്ഞാൽ റെഡ് കുരുവാണ്, കുരു പൊട്ടി ഇങ്ങനെ പാടാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അമ്മയായിട്ട് ഒരു സ്കിൻ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. പിന്നെ ഞാൻ ചബ്ബിയല്ലായിരുന്നു, നല്ല സ്ലിം. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വലിഞ്ഞിരുന്നു വെച്ചു. സീരിയസ്ലി ഞാൻ അങ്ങനെ ഇരുന്ന് വെച്ച് ഇങ്ങനെ വലിഞ്ഞിരുന്നു വെച്ചു എന്റെ ഫേസ്. അപ്പോ അമ്മയായിട്ട് ഞാനൊരു സ്കിൻ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. എന്റെ പിമ്പിൾസ് കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ എനിക്കൊരു സ്കിൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ എഴുതി തന്നു. ആ ഒരു മെഡിസിൻ യൂസ് ചെയ്തിട്ടാണ്, ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം, പക്ഷേ ഇത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ ഡോക്ടറിനെ കാണിക്കുക, ഡോക്ടർ പറഞ്ഞാൽ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. എന്റെ പിമ്പിൾസ് മാറിയത് ഈ ഒരു സ്കിൻ ലൈറ്റ് യൂസ് ചെയ്തിട്ടാ. ബട്ട് അത് യൂസ് ചെയ്യുന്നൊപ്പം തന്നെ എന്റെ സ്കിന്നും ലൈറ്റിനപ്പ് ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, ലൈറ്റിനപ്പ് ആവാന്ന് പറഞ്ഞാൽ ഈ ഒരു കളറല്ല, വേറൊരു ഒരു റെഡിഷ് പോലെ ആയിരുന്നു വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവം ഇതെന്താ ഇങ്ങനെ, നമുക്ക് അറിയില്ലല്ലോ ഇതെന്താ ഇങ്ങനെ, നമുക്ക് അറിയില്ല. ഞാൻ എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷനിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്. സ്കിൻ ലൈറ്റ് യൂസ് ചെയ്തപ്പോ എന്താ പറ്റിയത്, എന്റെ പിമ്പിൾസ് എല്ലാം പോയി, ബട്ട് എന്റെ ഫേസ് ഒരു റെഡിഷ് ആവാൻ തുടങ്ങി. ഞാൻ അപ്പൊ തന്നെ ആ ക്രീം നിർത്തി. കാരണം എനിക്ക് പിമ്പിൾസ് പോയി, പിന്നെ എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ പിമ്പിൾസ് പോവാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. സോ എന്റെ പിമ്പിൾസ് പോയി. അങ്ങനെയാണ് പിമ്പിൾസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്റെ കഴുത്തിന്റെ അവിടെയൊക്കെ മാല, പണ്ടത്തെ കാലത്ത് നമ്മള് മാലയൊക്കെ ഇട്ട്, ഞാനൊക്കെ ചാപ്പിളി ചീപ്പിളി ആയിട്ടാണ് നടന്നേച്ചത്, കണ്ണാപ്പി ആയിട്ടാണ് നടന്നേച്ചത്. അപ്പൊ കുറെ മാലയൊക്കെ ഇങ്ങനെ ഇടുമ്പോഴേക്കും ഇവിടെ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു, നമ്മുടെ നെക്കിന്റെ ഏരിയയിൽ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അത് മാറ്റിയത് ഗ്ലൈക്കോ-6 എന്ന് പറഞ്ഞിട്ടുള്ള 6% എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നുള്ള ക്രീമാണ്. അതും ഡോക്ടറാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് യൂസ് ചെയ്തപ്പോ എനിക്ക് ഈ ഒരു നെക്കിന്റെ പോർഷനും പിന്നെ നമ്മുടെ മുട്ടുകൈയില്ലേ, മുട്ടുകൈയൊക്കെ, ആ മുട്ടുകൈയിലുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറാൻ തുടങ്ങി. ബട്ട് അത് യൂസ് ചെയ്യുമ്പോൾ വീക്ക്ലി ട്വൈസ് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങളുടെ ഇവിടെ, അതായത് നിങ്ങളുടെ മീശയുടെ ഒക്കെ ഏരിയയിൽ നിങ്ങൾക്ക് ആ ഒരു ഡാർക്ക്നെസ്സും പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് തുടച്ചു കളയാം. അതും നിങ്ങൾ ഈ ഗ്ലൈക്കോയുടെ വീഡിയോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എല്ലാവരും വീഡിയോ എടുത്ത് നോക്കിയോ, അതിൽ അവർ പറയുന്ന പോലെ മാത്രം ചെയ്താൽ മതി. ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നെക്കിൽ അപ്ലൈ ചെയ്യാനാണെങ്കിലും നമ്മൾ രാത്രി
ഒരു ഒരു എന്താ പറയാ, ഒരു കുറച്ചെടുത്താൽ മതി. ഒരു കുറച്ചെടുത്തിട്ട് നമ്മൾ നെക്കിലോ എൽബോ ഈ ഏരിയാസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാഷ് ചെയ്തിട്ട് അവിടെയൊക്കെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അതാണ് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള എനിക്കൊരു സംഭവം. മോയ്സ്ചറൈസറും ഡോക്ടർ തന്നെയാണ് സജസ്റ്റ് ചെയ്ത് തന്നത്. അത് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, കാരണം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. പിന്നെയാണ് നമ്മൾ ഈ ഓൺലൈൻ ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ CTM എന്നുള്ള സംഭവം ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ മനസ്സിലായത്. കുറച്ച് ആളുകൾ പറഞ്ഞു പണ്ടത്തെ സ്കിന്നും പണ്ടത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഒബ്വിയസ്ലി, കാരണം നമ്മൾ ഗ്ലോ ആവും. നമ്മുടെ ഏജ് മാറുന്നതനുസരിച്ച് നമ്മൾ ഗ്ലോ ആവും. അത് നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ ഇപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ഒരു 5 വർഷം ഒരു 6 വർഷം മുന്നേ ഉള്ള ഫോട്ടോ എടുത്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോഴത്തെ സ്കിന്നും സ്റ്റൈലും ആണോ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കിന്നും സ്റ്റൈലും ആണോ നിങ്ങളുടെ എന്റെ എന്ന് പറയുന്നത്, ഞാൻ ഈ ഹെയർ കളർ പരിപാടിക്ക് ഇപ്പോഴാണ്, ഈയിടക്കെന്ന് പറഞ്ഞാൽ ഒരു 2-3 years ആയി ഇതുപോലെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാനും ഇതുപോലെ പ്രോപ്പർ സ്കിൻ കെയർ യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ടാൻ ആവും. അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ലൈഫിൽ ചേഞ്ച് ആവുന്ന ഒരു സംഭവം, സൺസ്ക്രീൻ ആണ്. നമ്മളിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്റെ +2 ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും നിങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം അപ്പൊ നമുക്ക് അറിയില്ല സൺസ്ക്രീൻ ഉണ്ടോ, മോയ്സ്ചറൈസർ ഉണ്ടോ, ടോണർ ഉണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ കുറെയൊക്കെ നമ്മുടെ സ്റ്റൈലാണ്. നമ്മുടെ സ്കിൻ കളർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മുടെ സ്റ്റൈല്, ഇത്ര ഇയേഴ്സ് ആവുമ്പോൾ നമ്മുടെ സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കും അല്ലെ. എല്ലാവരും സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ ആണെങ്കിലും ഞാൻ കണ്ണിങ്ങനെ അല്ല എഴുതുന്നത്, ഞാൻ കണ്ണ് മറ്റേ കൺമഷി വെച്ച് ഇങ്ങനെ എഴുതി ഇവിടെയൊക്കെ പടർത്തി ഞാൻ യക്ഷിയായിട്ടാണ് ഞാൻ ക്ലാസ്സിൽ നിന്ന് വരുന്നത്. സോ ഞാൻ അതങ്ങോട്ട് മാറ്റിയിട്ട് എന്റെ സ്റ്റൈലെ ഞാൻ മാറ്റി പിടിച്ചു. ഞാൻ കണ്ണെഴുതുന്ന ഇങ്ങനെ ആക്കി, പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക് അടിക്കും, കണ്ണെഴുതും, CTM ചെയ്യും, പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യും, ലിപ്സ്റ്റിക് അടിക്കും, ഇങ്ങനെ ആക്കി. ബോഡി ക്രീം യൂസ് ചെയ്യും, ബോഡി ലോഷൻ യൂസ് ചെയ്യും, മനസ്സിലായോ. പിന്നെ ഹെയർ ആണെങ്കിൽ കളർ ചെയ്തു, ഓട്ടോക്സ് ഒന്നും ചെയ്തില്ല, ഇതെന്റെ നാച്ചുറൽ ഹെയർ ആണ്, സ്ട്രെയിറ്റ് ഹെയർ ആണ്, ഹെയർ കളർ ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ സ്റ്റൈല് മാറുന്നതനുസരിച്ച് നമ്മുടെ ഫിഗർ മാറും. നമ്മൾ വിചാരിക്കും ഓ പണ്ടത്തെ എന്നെ നോക്കി, പക്ഷെ ഇപ്പോഴത്തെ എന്നെ നോക്കിയേ, നമ്മൾ ആ ഒരു ലുക്ക് വൈസ് അല്ല നോക്കുന്നത്, നമ്മുടെ സ്റ്റൈല് വൈസ് ആണ് നോക്കുന്നത്. എന്റെ പണ്ടത്തെ കോലം എന്ന് പറയുന്നത് ഈ മുടിയെടുത്ത് പരത്തി ഇങ്ങനെ പരത്തി ചപ്പി വെച്ചിട്ടുണ്ട്. സീരിയസ്ലി പറയാം, ഇങ്ങനെ പരത്തിയിട്ട് സ്ലൈഡ് ഊതി വെക്കും. ഇങ്ങനെയാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. ഇങ്ങനെ ഞാൻ ഇപ്പൊ നടന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ആ ഒരു ചേഞ്ചസ് വരുത്തുമ്പോഴേ നമുക്കും ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. നിങ്ങൾ വിചാരിക്കണ്ട ഓക്കെ എന്റെ സ്കിൻ മാത്രം ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൈല് ചേഞ്ച് ചെയ്യണം. പിന്നെ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. വൈറ്റനിങ് ക്രീംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ ഏതാണ് യൂസ് ചെയ്തത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ മറ്റേ കരള് വൃക്കയൊക്കെ അടിച്ചു പോകുന്ന പരിപാടി ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. വൈറ്റനിങ് ക്രീംസ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രൈറ്റൻ അപ്പ് ആവും. പക്ഷേ നമ്മൾ ആ ക്രീം നിർത്തി കഴിഞ്ഞാൽ നമ്മളെ ബ്രൈറ്റൻ അപ്പ് ഒക്കെ പോയിട്ട് നമ്മുടെ പഴയ സ്കിൻ തിരിച്ചു വരും. ആ പൈസ മുടക്കുന്ന നേരം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൊറിയനോ എന്തെങ്കിലും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊറിയൻ സ്കിൻ കെയറോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കും. ഇനി നമുക്ക് നാച്ചുറൽ സ്കിൻ കെയറിന്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അരിപ്പൊടി എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അരിപ്പൊടി, കാപ്പിപ്പൊടി. രണ്ട് സംഭവം ടാൻ റിമൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസ് വിട്ടൊക്കെ വരുമ്പോൾ, കോളേജൊക്കെ വിട്ട് വരുമ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറ്. പിന്നെ തൈര് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു മിൽക്കി മിസ്റ്റിന്റെ ഒരു കട്ടയില്ലേ, ആ ഒരു കട്ട നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ ആ ഒരു കൂളിംഗ് പടി നമ്മൾ ആ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട്. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്റെ കൂട്ടുകാർക്ക് ചോദിക്കായിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിക്കായിരുന്നു നീ എപ്പോഴും തൈര് തേക്കുമല്ലോ. അപ്പൊ ഞാൻ അവളോട് പറയുന്നത് ഞാൻ തൈരാ തേക്കുന്നത്. ഓ തൈര് തേച്ച് നീ വെളുത്ത് തന്നെയാണോ എന്ന് അവൾ എന്നോട് പറയാറുണ്ട്. കാരണം എനിക്ക് തൈര് എന്റെ ഫേസിൽ നല്ല രീതിയിൽ എനിക്ക് എഫക്ട് ചെയ്യും. ഞാൻ ഇപ്പോഴും തൈര് തേക്കാറുണ്ട്, നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അതും നല്ല തണുപ്പായിട്ടുള്ള തൈര്. ഇപ്പൊ നമ്മൾ ഐസൊക്കെ ഫേസിൽ വെക്കുന്നത് നല്ലതെന്ന് പറയില്ലേ, അതുപോലെ തൈര് നല്ല തണുപ്പുള്ള തൈര് തേക്കുമ്പോഴേക്കും നല്ല സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാൻ. ഞാൻ ഓൾറെഡി ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അത് സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുപാട് എന്റെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നും, ഞാൻ ഇപ്പോഴും പറയുന്നില്ല വെളുക്കാൻ ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ സ്കിന്നിന് പിമ്പിൾസ് ഒക്കെ പോയി ക്ലിയർ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയറും പ്രോപ്പർ ആയിട്ടുള്ള ഫേസ്, നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഫേസും ഹെയർ ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്താലേ അത് വർക്ക്ഔട്ട് ആവുള്ളൂ. പിന്നെ ഫുഡാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മാക്സിമം നമ്മൾ വെജീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോ നമുക്ക് ചോറിന് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ സൈഡിൽ നമുക്ക് കുക്കുംബറോ തക്കാളിയോ അല്ലെങ്കിൽ ക്യാരറ്റോ ബ്രോക്കലിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹെൽത്തി പരമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഈ പുറമേ എല്ലാം തേച്ചിട്ട് കാര്യമില്ല, അകത്തോട്ട് എന്തെങ്കിലും പോവണ്ടേ. സോ അകത്തും സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെജീസ് ഒക്കെ കഴിക്കുന്നത്.
പക്ഷെ എന്റെ കൂടുതൽ മാറ്റം വന്നത് ഈ ഒരു കൊറിയൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ആദ്യം തന്നെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഈ കൊറിയൻ സ്കിൻ കെയർ. പിന്നെ ഞാൻ പയ്യെ പയ്യെ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചു, പിന്നെ വേറൊരെണ്ണം, അതായത് പല പല ടോണർ ഒരെണ്ണം വാങ്ങിച്ചു, മോയ്സ്ചറൈസർ ഒരെണ്ണം വാങ്ങിച്ചു, സൺസ്ക്രീൻ ഒരെണ്ണം വാങ്ങിച്ചു. അങ്ങനെയാണ് ഞാൻ കൊറിയൻ സ്കിൻ കെയറിലോട്ട് വന്നത്. ബട്ട് എനിക്ക് എന്താ പറയാ, എഫക്റ്റിംഗ് ആണ്. ഞാനൊരു മഡാഗസ്കർ സെന്റല്ല ആംപ്യൂൾ എന്ന് പറഞ്ഞൊരു സെറം, ഞാൻ ഓൾറെഡി എന്റെ കൊറിയൻ സ്കിൻ കെയർ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ല, അതിലല്ല, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മഡാഗസ്കർ സെന്റല്ല എന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് മഡാഗസ്കർ സെന്റല്ല ആംപ്യൂൾ. ഇതിൽ പ്യുവർ സെന്റല്ലയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ മാക്സിമം പിശുക്കിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് വാങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിന് 1800 രൂപ എന്തോ സംതിങ് ആണ്. ബട്ട് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. എന്നും പറഞ്ഞ് നിങ്ങൾ ഇത് വാങ്ങിയിട്ട് നാളെ തന്നെ നിങ്ങൾ വെളുത്തിട്ട് പറയുന്ന ടൈപ്പ് അല്ല. നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി, നമ്മുടെ സ്കിൻ പ്രോപ്പർ ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ബ്രൈറ്റനിങ് സെറം. ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാനിത് 2 നേരമൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എഫക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് സെറാണ് കേട്ടോ. അതായത് നമ്മുടെ ഇങ്ങനെ ഒരു ക്ലിയർ സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രൈറ്റനിങ് സെറാണ്. ഇതിൽ പ്യുവർ സെന്റല്ല ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണല്ലോ. പിന്നെ ഒരാൾ കമന്റ് ചെയ്തു ഫോണിലെ എഫക്റ്റ് മാറ്റിയിട്ട് ഡി എന്ന്. ഡി ആണെങ്കിലും ഡാ ആണെങ്കിലും എനിക്ക് എഫക്റ്റ് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ പുറത്ത് ഫോട്ടോ എടുക്കാൻ പോയാലും ഞാൻ എഫക്റ്റ് ഇടാറില്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ആരെങ്കിലൊക്കെ എഫക്റ്റ് എടുത്ത് ഇട്ട ഫോട്ടോസ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, എഫക്റ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ കൂടുതൽ എനിക്ക് എന്റെ മുഖം സൂം ചെയ്ത് കാണിച്ച് ക്യാമറയുടെ ഉള്ളിൽ കയറാനൊന്നും അറിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം എല്ലാവരോടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി കയറിയിട്ട് എഫക്റ്റ് മാറ്റിടി എന്ന് പറഞ്ഞ് ആരോ വന്നു, ആണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തപ്പോഴേക്കും യു ക്യാൻ സീ ദ ഡിഫറൻസ്. കണ്ടില്ലേ, ഇവിടേക്കൊന്ന് ഒരു ഒരു ഗ്ലോ കിട്ടിയിട്ടില്ലേ? ഇത് നല്ല സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്ന ഒരു സെറാണ്. സോ ഇതാണ് ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ ആ ഒരു പ്രോപ്പർ കൊറിയൻ സ്കിൻ കെയർ ഉണ്ട് കേട്ടോ. സോ വെറുതെ നമ്മൾ സ്കിന്നിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന കൂട്ട് തന്നെ നമ്മൾ ഫുഡിലും അത് കാണിക്കണം. നമ്മൾ മാക്സിമം വെള്ളം കുടിക്കുക, മാക്സിമം സ്കിൻ കെയർ ചെയ്യുക, മാക്സിമം നമ്മൾ ഹെയർ കെയർ ചെയ്യുക. പിന്നെ ഉള്ളിലോട്ട് അകത്ത് എന്തെങ്കിലും ഞം കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കേസ് പറയാം. നമ്മൾ നമ്മുടെ സ്കിന്നിന് ചേരുന്ന ലിപ്സ്റ്റിക് വേണം യൂസ് ചെയ്യാൻ. ഞാനൊരു കുട്ടീനെ പുറത്ത് ഷൂട്ടിന് പോയപ്പോൾ കണ്ടതാണ്. അടിപൊളിയാണ് ആളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവള് യൂസ് ചെയ്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു കളർ, ഈ ഒരു ബ്രൗൺ ആണ്. ബട്ട് നല്ല ബ്രൗൺ, അവൾക്ക് ചേരുന്നില്ല. പക്ഷെ അവളുടെ ഫുൾ ലുക്ക് മാറി. ആ ഒരു ലിപ്സ്റ്റിക് കാരണം അവളുടെ ഫുൾ ഔട്ട്ലുക്ക് മാറി. സോ നിങ്ങളും നിങ്ങളുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നിങ്ങൾ കണ്ണൊക്കെ എഴുതി ഒരുങ്ങിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. ചിലപ്പോ ആ ഒരു ലിപ്സ്റ്റിക് കൊണ്ടായിരിക്കും നമ്മുടെ ഫേസ് മൊത്തം ഡള്ളാവുന്നത്. പിന്നെ ഹെയർ കെയർ മസ്റ്റ് ആണ്. നമ്മള് പണ്ടത്തെ ഫാഷൻ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ അതും നമ്മുടെ ഔട്ട്ലുക്കിനെ ബാധിക്കും. ഇപ്പൊ പണ്ട് ആൾക്കാർ കെട്ടുന്നത് ചിലപ്പോൾ മുടി ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ കെട്ടുമ്പോഴേക്കും കുറച്ച് സ്റ്റൈലൊക്കെ വരണം, അല്ലെങ്കിൽ നെറ്റൊക്കെ കയറി ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് നൈസായിട്ട് 1-2 മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇടാം. സ്റ്റൈല് മാറുമ്പോൾ നമ്മുടെ ആ ഒരു ഔട്ട്ലുക്ക് മാറും. നമ്മളൊരു ദിവസം, എല്ലാ ദിവസവും ഒരുപോലെ പോയിട്ട് ഒരു ദിവസം ഡിഫറെന്റ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കില്ല ഇന്ന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ എന്ന് ചോദിക്കില്ലേ. സോ നമ്മളത് സ്റ്റൈലിടൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് മസ്റ്റ് ആണ്. നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യണം. അരിപ്പൊടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എഫക്ട് ചെയ്യുന്ന ഏത് പാക്കാണ്. ഇപ്പൊ ചില പാക്കൊക്കെ നിങ്ങൾക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും എന്റെ അമ്മ ഇത് കൊള്ളാട്ടോ എന്ന് തോന്നൂല്ലേ, ടാൻ ഒക്കെ പെട്ടെന്ന് മാറ്റുന്ന പാക്ക്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഭയങ്കര സ്പീഡിൽ എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞെന്ന പോലെ എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് എന്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ. പല ആളുകളും ഈ പിഗ്മെന്റേഷൻ ഒക്കെ വന്നിട്ട് പിന്നെ മടിക്കും, എന്റെ മുഖം ഇങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആക്സെപ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഓ എന്റെ ഡാർക്ക് സർക്കിൾസ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ജന്മനെ അങ്ങനെ എന്ന് പറയുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചാലും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അതിനാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് എന്തോരം വീഡിയോസ് നോക്കാം, എന്തോരം പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ നിന്ന് എനിക്കൊന്നും അറിയില്ല. കുരു പോവാൻ അമ്മ പറയും ആര്യവേപ്പില തേക്കാൻ പറയും. ഒരു കുരു വന്നാൽ ആര്യവേപ്പില അരച്ചു തേക്കും. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് എന്താ പറയുക, ഈ 20s ആൾക്കാർക്ക് എല്ലാം മനസ്സിലാക്കാൻ ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് സംവിധാനങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കാവുന്നതാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഗൈസ്, ഇത്ര നാളെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ പിന്നെയും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോഴേക്കും ടാറ്റാ.